പെണ്ണു. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ പുതിയതായിട്ടൊരു മൈൻക്രാഫ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളും പി സിയില്ലാതെ കളിച്ചുകൊണ്ടിരുന്നതാണ്. അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുണ്ട്. മൊബൈലിൽ കളിക്കാമെന്ന് വിചാരിച്ചു. മൊബൈലിൽ കൂടുതൽ അറിയത്തില്ല ഗെയിം കളിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഇതിൻ്റെ സ്ക്രീൻ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇത് ആ സ്ഥലത്ത് വന്ന് എത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഷിപ്പിനെ കണ്ടുപിടിക്കാം. ഷിപ്പല്ലേ ആടിനെ പൊക്കുക. ആടിനെ പൊക്കി നയമ്പേട്ട നമുക്ക് മരം മുറിക്കാൻ പോയി. കരിമ്പൊക്കെ ആട് നോക്കുന്നു. ആട് ഇത് കണ്ടാർന്നൂടെ എങ്ങനെ അടിക്കുന്നത് കൊല്ലുന്ന. നിക്കടാ എടാ നിക്കടാ. നമ്മളെ കൈ കൊണ്ട് അടിച്ച ചാവൂല. ഇതെന്ത് പാടാ നോക്കിയാ. അവിടെ കുഞ്ഞി ഒരടിച്ച് ചാവുന്നില്ല. മുക്കി കൊന്നാലാ ചാവൂ. മുക്കി കൊന്നാ ചത്തി ചത്തി ചത്തി. അപ്പം ഇനി രണ്ടാടും കൂടെ വേണം. അതാ ഒരു ആടിരിക്കുന്നു. ഇവിടെ കുഴി എത്ര സമയമൊന്നും ഇരുന്നു നോക്കി കണ്ട് പോകണം. കുഴിക്കാത്ത ഇറങ്ങി ആടി കൊള്ളുന്നില്ല. വെള്ളത്തിൽ മുങ്ങി ചാവാൻ പോണാ. ഇത് വെച്ചാൽ അവൻ്റെ ജോം വെച്ച് കാണിച്ചില്ല. ചത്ത്. എന്തോ എന്തോ. അയ്യോ ഇത് പോയി. അതോ നടക്കണം. ഇവിടെ നിന്ന് എടുക്കാം. മുങ്ങി ചക്കനെ കൊണ്ടാരം. രണ്ടെണ്ണം കിട്ടി. ഇനി ഒരു ആട്ടിനെ കൂടെ കൊണ്ടാണ്. ഇത് ആടോ അല്ല കോഴി. ഇവിടെ നോക്കിയപ്പോഴത്തെ ആടിൻ്റെ ഷേപ്പ് പക്ഷേ ഇച്ചിരി ഉള്ളിൽ അതാണ് പറഞ്ഞത്. വെള്ളം തന്നെ ഇരിക്കുന്നത്. ഇതിനെ കൂടെ തളിക്കൂല. നിൽക്കടാ മായ നിൽക്ക് ഇട്ടേക്കാണ്. എന്നിട്ട് നമുക്ക് മരം മുറിക്കണം. എല്ലാം ഉണ്ടാക്കണം. പിക്കാസ് അത് ഇതെല്ലാം ഉണ്ടാക്കണം. മൊബൈലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങോട്ട് പോയി മരം കുറിച്ചാലോ. ഇവിടെ അടുത്ത് മരം ഇല്ല. ഒരു മരം ഇതിലൂടെ പോവാം. ഇതിലേ പോകാനാ. ഒരു മിനിറ്റ് ഒന്ന് ചുമക്കട്ടെ. അപ്പം നമുക്കിനി മരം മുറിക്കാൻ പോവാം. അവിടെ എന്തോ വില്ലേജർ. ഇനി കഷ്ടപ്പാടില്ല. വെറുതെ ആടിനെ വെക്കേണ്ട കാര്യമില്ല. ഒരു കട്ടിലുണ്ടാക്കാൻ പറ്റുമല്ലോ. എന്തായാലും നമുക്ക് ഇതെല്ലാം വേണം. ഒരുപാട് വില്ലേജർ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊന്ന് ഗുഹയാണോ? എന്താ പട്ടിയുടെ ഷേപ്പ് തലതാ. പട്ടിയുടെ തല കൂടാ. ചെറിയ സാധനം എന്തുവാ? അത് സൂമി എനിക്ക് അറിയത്തില്ല. വീട്ടിൽ അറിയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ മണ്ടലാണ് ഇരിക്കുന്നത്. താഴെ വരൂല്ലേ? നമുക്ക് ആദ്യം മീറ്റലെടുക്കാം. മീറ്റലിൽ എന്തൊരു കച്ചി സംഗതി മനസ്സിലായി. ഇവനെന്താ വീടിൻ്റെ മണ്ട കഴിക്കുന്നത്? ഇവനിക്കാണ് കൊടുക്കേണ്ടുള്ളത്. നമ്മൾ ഈ ഫുഡ് കൃഷിക്കാരനാ. മറ്റേ അയാൾ താഴെ വേടാ. മോളി കറിക്കുക. ഫുഡ് അടിക്കണമല്ലോ. മോളിലാണ്. നമ്മളെ പീസിൽ നമ്മൾ താഴെയല്ലേ നോക്കത്തുള്ളൂ. പീസിൽ താഴെയല്ലേ എടുത്തോളൂ. എൻ്റെ അമ്മ കുടി വരുന്നത് ഇങ്ങനെയാണ് വീടുണ്ടാക്കിയിരിക്കുന്നത്. ചാവലെ പിള്ളേരിട്ട് തട്ടല്ലേ പിള്ളേരെ. അയ്യോ കുടി. ഈ മീറ്റും എടുക്കാം. നല്ല സ്പീഡുണ്ട് കേട്ടോ. എന്നാലും ഇത്തിരി സ്പീഡുണ്ട്. മറ്റെന്തോ എന്ത് കഷ്ടപ്പെട്ടവരൊന്നും എടുക്കുന്നത്. ഇത്രയായിട്ട് അടിച്ചാലൊന്നും ചെയ്യുന്നു. അതുപോലെ നമുക്ക് തടി ഇനി മരം മുറിക്കണമല്ലോ. ഈ മരം മുറിച്ചാലേ പോത്തിൻ്റെ അരച്ച് വെച്ചില്ല. ആട്ടരച്ച് വെച്ച് മരം മുറിക്കാം. അങ്ങനെ നല്ല കൈ കൊണ്ട് ചുമ്മാ കിട്ടുന്നത്. അതേ ടൈം തന്നെ എടുക്കും. ഇത് ഇവിടെ കൂടെ കയറി കരിയില്ലേ? ഈ കിടക്കുന്നൊക്കെ എന്തോ കരിയിലാണ്. കരി ഇതൊന്നും കണ്ടോ നമ്മൾ പോകണം കേട്ടോ. നിങ്ങളൊന്നും ഇല്ലായിരുന്നു. വില പൊടിഞ്ഞ് വീഴുന്നത് കാണാൻ പറ്റും. എത്തുന്നില്ല. അപ്പോൾ നമ്മൾ തടി എടുത്തു. ഇനി നമുക്ക് പോയിട്ട് നേരെ ബീച്ചിൽ അത്രയൊന്നും പോകില്ല. ഇനിയിപ്പോൾ നമുക്ക് പിന്നെ അയാളെ കണ്ടുപിടിക്കണ്ടേ. എന്തില്ല കൂലി ഇയാളല്ലേ കൃഷിക്കാരൻ. എന്ത് ചെയ്യും ഇയാൾ ഓടുന്ന കൂട്ടം? എന്ത് കൃഷി സ്ഥലത്തില്ല. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി നോക്കാം. ഒന്നുമില്ല. നമ്മളെ ആദ്യം പോയി മണ്ണ് അങ്ങോട്ട് തെറിച്ച് വീണതാണ്. നമുക്ക് അവിടെ പോയിട്ട് വില്ലേജറിനെ തപ്പണം. അതിൻ്റെ വെള്ളം കയറി ഇവിടെ. അപ്പം ഞാൻ ഇതിപ്പം ക്രാഫ്റ്റിൻ്റെ ആദ്യം പോയി ക്രാഫ്റ്റിൻ്റെ ഉണ്ടാക്കിയാലോ. ഞാൻ എന്ത് ഇവിടെ കാണിക്കുന്നത്? വീട്ടിൽ കയറാൻ വയ്യ. അതാണ് സംഭവം. ഇത് കാര്യം ചെയ്യാം. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നത്? ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യം തടിയല്ലേ വേണ്ടേ? ഫുള്ള് തടിയും എടുക്കാം. പിന്നെന്തോ കമ്പെടുത്താം. പിന്നെന്തോ ക്രാഫ്റ്റിംഗ് ടേബിൾ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം. വെച്ച് അടുത്ത് പൊട്ടിക്കാൻ നിൽക്കാം. നമുക്ക് പിക്കാസ് ഉണ്ടാക്കണ്ടേ? പിക്കാസിന് കമ്പ് ഉണ്ടോ? ഒന്നല്ലേ തടി ഇല്ല. കാണാം തടി തടിയാക്കാം. താവുന്നില്ല. ഇത് കുറച്ച് എടുത്തോളാം. വീട്ടിലാണ് നല്ലതല്ലേ? പെട്ടെന്ന് എടുക്കാറുണ്ട്. ഓരോന്നിനും ഒരേ പാടുണ്ടല്ലേ? രണ്ട് പിക്കാസ് കടാസുമല്ലേ?
നമുക്ക് ആദ്യം ഈ ഇവിടെ വെച്ച് തടി എടുക്കട്ടെ. തടിയല്ല കല്ല്. ഞാൻ തന്നെ തെറ്റിച്ച് പറയുന്നത്. ആ വെള്ളം ഒന്ന് ബ്ലോക്ക് ചെയ്യണം. അതിൻ്റെ വെള്ളം വന്നുകൊണ്ട് അയൺ സ്റ്റോണിനെ കാര്യം അയൺ പിക്കാസിനെക്കാട്ടി നല്ല പവർ ഉണ്ടല്ലോ ഇതിന്. പെട്ടെന്ന് മറ്റേ നമ്മൾ അയൺ പിക്കാസ് വെച്ച് ഈസിലി നമ്മൾ കളിക്കുമ്പോൾ മാത്രമല്ല നല്ല സ്പീഡല്ലേ ഇതിനകത്ത് വെച്ചാൽ നല്ല ഇത് തോന്നിക്കുന്നു സോംബി സോംബി. അയ്യോ അയ്യോ ഇതിനെ കൊല്ലണം. അത് കേൾക്കുന്നില്ല. ഞാൻ പിക്കാസ് വെച്ചാണ് കൊല്ലാൻ നോക്കുന്നത്. ആ തീ കെട്ടാണ് മാറാ ഓക്കെ അമ്മോ. നമ്മൾ കല്ലെടുത്തു പോടാ കമ്പൂട്ടടിക്കുന്നത് നമ്മൾ ഇക്കാലം ചാവും. റീഫോൺ തെറ്റിയില്ല. അല്ലോ തൊട്ടടുത്ത് തന്നെ. പക്ഷേ ആ സമയം കൊണ്ട് നമ്മളെ കൊന്നു കളഞ്ഞത് ഇതുവഴിയാണ് പോകുന്നത്. ആ ഇതന്നെ കഴുത തോന്നിക്കുന്നു. കഴുത വേണ്ട റീഫോൺ തെറ്റിയാൽ മറന്നു. ഞാൻ കാര്യം വിട്ടുപോയി. നമ്മളെ പീസിൽ കളിക്കുമ്പോൾ നമ്മൾ ആദ്യം അതാണ് ചെയ്യുന്നത്. ചാവൊന്നും എന്തായാലും അറിയാമല്ലേ. ഈ അയങ്കോളം എന്താ ചെയ്യുന്നു? മോളിൽ കയറിയിരുന്നു താഴോട്ട് വരുന്നേ ഇല്ല. പൂച്ച നമ്മളെ കണ്ട കൂടണ്ടല്ലോ അല്ലേ ഇവിടെ കൂടുന്നില്ല. ആ കൂടി നമ്മൾ എവിടെ ചത്തേ? അതെന്തുവാ എൻ്റെ പൊന്നോ, ഇവിടെ ജീവിക്കാനേ പറ്റൂല. അസ്ഥി കൂടെ പട്ടാ പകൽ ഇറങ്ങി കിടക്കുന്നു. നമ്മൾ എവിടെ ചത്തത്? ഇവിടെ വരുന്നു രാത്രി അവർ ആയല്ലേ ഇത് പിശാച മോറൻ. അതല്ല അതിൻ്റെ അല്ല റീഫോൺ സെറ്റ് ചെയ്യുന്നുണ്ട്. അല്ല പോ ഡോറ് ഇതെന്ത് കയറാൻ പറ്റാത്ത ഇതിനകത്ത് കിടക്കുന്നുണ്ട്. റീഫോൺ സെറ്റായി നോക്കാൻ സമയമില്ല. വില്ലേജ് കത്തുവോ എൻ്റെ പള്ളി. എൻ്റെ പൊന്നോ ഇതെന്തൊരു വില്ലേജ് പാമ്പടാ ഇത്. ഓ അടുത്തില്ല അവന്മാർ നിൽക്കുന്നുണ്ട് കിടക്കാക്കത്തില്ലെന്ന്. ആ ഇത്ര നേരം റീഫോൺ സെറ്റ് ചെയ്തില്ല. രാത്രിയായി കണ്ടതോ. എവിടെയെങ്കിലും ദൂരോട്ട് പോവാം. ഓട് 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 ഓട്. ഉറങ്ങുന്നത് എങ്ങനെ? ഓക്കെ സ്റ്റാർട്ട്. ആ അങ്ങനെ നമ്മൾ ഉറങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നോ ഓടിറക്കാനോ പേടിച്ചു പോയി. ക്രിഞ്ചിയല്ല കൃഷി. നമ്മൾ എവിടെ ചത്തത്? എൻ്റെ പൊന്ന് അമ്മച്ചി ഇതെന്ത് തേങ്ങയത്? ഇതെന്തൊന്നും പാമ്പറാണ്. ഇവിടുത്തെ അയങ്കോളൊക്കെ എവിടെ പോയി ചത്തി കിടക്കണം. അവനെ പോയി അടി കൊടുത്തിട്ട് അപ്പം നമ്മളെ പിറക്കെ വരും. എന്നിട്ട് ഒറ്റയടി അടി കൊല്ലാൻ. എന്നാലും നമ്മൾ എവിടെ ചത്തെന്നുള്ള മനസ്സിലാവുന്നില്ല. ഞാൻ എന്തെങ്കിലും കാണിക്കുന്നു. ഇവിടെ ഇവിടെ എങ്ങനെ വരും? ഇവിടെ അങ്ങ് ആരെയും കാണുന്നില്ലല്ലോ. ആ നമ്മളത് ക്രാഫ്റ്റിംഗ് ടേബിൾ എല്ലാം ഉണ്ട്. പക്ഷേ കല്ല് വെച്ചാൽ ആ വെള്ളം ഒന്ന് ഓപ്പൺ ചെയ്തു. അതല്ല മോളെ മറ്റേ ഈ വെള്ളം ക്ലോസ് ചെയ്യണം. ഓ ഇതെന്തോ ഇത് സൈഡ് വലിയ പോയി. ഇതെന്ത് പൊട്ടാത്ത? ഓ പൊട്ടുന്ന പൊട്ടനല്ലേ എനിക്ക് കൊണ്ടുവന്നത്. എന്ത് തേങ്ങ ഇത്? ഇനി വെള്ളം ഇവിടെ ബ്ലോക്ക് ചെയ്യുക. നമ്മൾ ചേരണ്ടേ അതിനകത്തോട്ട്. വെള്ളം ബ്ലോക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഗുഹ അടയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ ചത്തു പോകും. 7 കല്ലേ ഉള്ളോ? ആ അത് തന്നെ ഇവിടെ തന്നെ എടുക്കാം. ഗുഹയിലോട്ട് കയറണ്ട. മണ്ണാരടിക്ക് വയ്ക്കാം. എൻ്റെ വീട്ടിലെടുത്ത് നോക്കാം. താമസിക്കാം അങ്ങനെ. എന്നിട്ട് ഞാൻ വെക്കുന്നതിന് കട്ടയം വെച്ചാൽ ഇതല്ലേ ഇതല്ലേ. ആ ഇത് പുറത്തിറങ്ങിയിട്ട് ഇടുന്നതായിരിക്കും നല്ല. അല്ലെങ്കിൽ അവിടെ എന്തൊരു വെട്ടം കാണുന്നത് എനിക്കറിയാം. ഇതെന്ത് നല്ല ലോങ് പോകുന്നുണ്ട് കേട്ടോ. എല്ലാം അടച്ചടച്ച് വെക്കാം. എല്ലാം കുത്തിക്കിട്ട് വെക്കാം. അയ്യോ കല്ല് തീർന്നു. താടിയെങ്കിൽ തടി അത്രേ ഉള്ളൂ. വെള്ളം ഒരു കട്ട വെറുതെ വേസ്റ്റായി. ഓപ്പൺ ആണോ തുറന്നിരിക്കണം? ആ അടഞ്ഞിരിക്കണം. ഇനി പോവാൻ നമുക്ക്. ആ 2 അടി കൊടുത്തിട്ട് വരാം. ഇതെങ്ങനെ മോളി കയറും? ഒരു വില്ലേജ് ഇരിക്കുന്നുണ്ടോ? ഈ സോമ്പി പോണു. ഇവന്മാർക്ക് ചാവൂലേ പട്ടാ പകലോളി ഇറങ്ങിയ? ഇതെന്ത് ഗെയിമാണാവോ? എന്ത് വില്ലേജർ ഒന്നും മനസ്സിലാവും. ആ സത്യമാണ്. വീണ്ടും ഇവിടെ തന്നെ ഇതായ വരുന്ന കാലൻ. അമ്മച്ചി പോകുന്നില്ല. ഓടുന്നില്ല.
ആ അവിടെ പോയി മകൾക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു ദേവൻ ആ ചവന്ന വാങ്ങിക്കണം പല്ല പന്ന ചിക്കൻ അല്ല അത് സോംബി ഫുഡ് കയറുന്നതാണ് പാട് മണ്ടയിൽ മണ്ടയിൽ വീടുണ്ട് കേട്ടാ താഴോട്ട് വരുന്നില്ല ഈ ആയങ്കോളം ഇവിടെ ആയങ്കോളം ഒരെണ്ണം ഉണ്ടല്ലേ ഇതേ സ്ഥലം ബീട്രൂട്ട് കിഴങ്ങ് ഇതിനകത്ത് കൃഷിയിൽ മറ്റേ പെട്ടിക്ക ഇതൊന്നും എടുക്കത്തില്ല ഇവരാരും നമുക്ക് മുകളിലോട്ട് കയറി പോയി നോക്കിയാലേ അയ്യങ്കോളം എവിടെ പോയി എന്നിട്ട് വീട്ടിൽ കയറി പോയി എന്താ അത് ആ അയൻ സൂട്ട് എൻ്റെ അമ്മോ വാളിരിക്കുന്നു നമുക്ക് വാള് വെട്ടിക്കൊള്ളാം വാളുകൊണ്ട് വെട്ടിക്കൊള്ളാം കയ്യിൽ വെക്കണം അതെങ്ങനെ എടുക്കുന്നത് വാള് ഇതെടുത്തിട്ട് ഇവിടെ കൊണ്ടുപോകണം യെസ് ഓക്കെ ഞാൻ ഫുഡ് അടിച്ചില്ല സോംബി ഫുഡ് സോംബി എൻ്റെ അമ്മ എന്നോടാ നിൻ്റെയൊക്കെ കളി ഈ ഗുഹയുടെ അടുത്ത് തന്നെ ഇവർ വീട് കൊണ്ട് വെച്ചാൽ കുഴപ്പമായത് അയങ്കോളത്തിനെ കാണാനില്ലല്ലേ ഇവിടെ നേരെ അടിയോട്ടേ പോയി വിടത്തുള്ളൂ വെള്ളം 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 രക്ഷിച്ചു വെള്ളം 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 രക്ഷിച്ചു ഓ ഇനി നമുക്ക് അയങ്കോളത്തിനെ എങ്ങനെ താഴെ കൊണ്ടുവരാൻ പറ്റും അല്ല മുകളിൽ ഇവിടെ ഇവിടെ ആയിരുന്നു നേരത്തെ നമ്മൾ നോക്കിയത് യുവന്മാരൊക്കെ എവിടെ നിന്ന് വരുന്നതാ എല്ലാം പോയി അയ്യോ ഇനിയിപ്പോ എവിടെ പോയി നമ്മൾ തപ്പത് എവിടെ ഇവിടെയാ അതാടക്കുന്നു തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്തൊരു അവര് കത്ത് അവരെല്ലാം ചാവും പക്ഷെ അവര് വലിയ ജനം കൊള്ളാതിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഓടുന്നത് പെട്ടെന്ന് ചാവും ഇതെങ്ങനെയാണ് മേളിൽ കയറുന്നത് ഇതോ അവിടെ കൃഷിയുണ്ട് എങ്ങനെയാണ് ഇമാരിനകത്ത് മണ്ടേ കൊണ്ട് കയറിയത് കയറി കയറി മേളിലെത്തുന്നുണ്ട് പട്ടിയാ അവിടെ പട്ടി പട്ടിയുടെ മോന്തേ ഓ അതാ അങ്ങനെയാണോ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് ഇവിടെ പട്ടി ഉണ്ടെന്ന് അമ്മച്ചി കറണ്ട് പോയി കറണ്ട് പോയാൽ നമുക്കെന്തോ ഒന്നുമില്ല നമ്മുടെ അതൊക്കെ എന്ത് ചെയ്യും കുറെ മീറ്റ് എടുത്തായിരുന്നല്ലേ നമ്മള് വീട്ടിൽ കൊണ്ടുവച്ചാ ആ സ്പീഡ് പോത്ത ഇതാ നടക്കുന്നില്ല ആ ഇപ്പൊ ശരിയായി അമ്മച്ചി അത് പാങ്ങി തട്ടില്ല എന്നാൽ അയങ്കോളം ഇവിടെ മേളിൽ നിന്ന് തന്നെ എവിടെ പോയി ഇതെങ്ങനെ മേളിൽ കയറും ഇതുവഴിയല്ലേ നമ്മളിപ്പോൾ പോയിട്ട് വന്നത് ഇതുവഴിയാ പോയത് ഇതുവഴിയാ പോയത് ഇതെങ്ങനെ അയങ്കോളത്തിനെ പൊക്കുന്നത് കട്ട പൊളിക്കണ്ട ഒരുപാട് ആ ഒരു കാര്യം ചെയ്യാം കട്ട ഇട്ടിട്ട് അങ്ങ് പോകാം അത് നമുക്ക് കുറച്ച് കട്ട എടുക്കാം കുറച്ച് ബ്ലോക്ക് എടുക്കണം എടുത്തതിനനുസരിച്ച് കയറാൻ പറ്റും അതല്ലേ ഇങ്ങനെയൊക്കെ സ്ഥലത്തെ വീടുകൊണ്ട് വെച്ചാൽ എന്താ ശരിയാനാണ് മൈനും ചെയ്യുന്ന വീട് ഇതിനകത്ത് ഓരോ വില്ലേജർ വെച്ച് ചത്തോണ്ടിരിക്കുകയാണല്ലേ ഇതിപ്പം ഒരു 10 വട്ടം ഉറങ്ങി നിൽക്കുമ്പോൾ ഒന്നും കാണത്തില്ലല്ലോ ഓ പോലെ ഞാൻ ആരും ഉറങ്ങി കിട്ടും നോക്കാം പിന്നെ നോക്കാം ഇതൊന്നും തീരട്ടെ കുറച്ച് സമയം എടുക്കുന്നത് അറിയില്ല നോക്കട്ടെ 30 ആയുള്ളൂ 30 കല്ല് വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു 64 വേണം അപ്പം ഇനിയും വിക്കാസം ഉണ്ടാക്കണം ആ അത്രേ ഉള്ളൂ കല്ലാണോ നീ തിന്നുന്നത് ചോറൊന്നും അല്ലേ ഇല്ല ആദ്യം നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് മുകളിൽ കയറി അയങ്കോളത്തിന് തൊട്ട് താഴെ ഇടാം പക്ഷെ മറ്റേ നമ്മൾ ആദ്യം
തടിപ്പിക്കാസ് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് ഉപയോഗിക്കത്തേ ഇല്ലായിരുന്നു. ഞാൻ കളയുമായിരുന്നു. ഇതിപ്പം തടിപ്പിക്കാസ് ഒക്കെ ഇരിക്കുന്ന കൂടുതൽ. കാരണം വെച്ചാൽ നല്ല ഇതുണ്ട്. അത്യാവശ്യം സ്പീഡുണ്ട്. മറ്റേ ക്ഷമ ഇടും നമ്മളത്. ഇതൊന്ന് സൈഡ് പിടിക്കുന്നത്. അയ്യോ രാത്രി 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 എൻ്റെ ഓട് 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 ഇതിന്റെ ഇവിടെ കയറിയാ പോരെ. ഇതിൻ്റെ റൂമില്ലേ, വാതിലില്ലേ, അതിനകത്തൊന്നും ഇല്ല. ഇവിടുത്തെ കട്ടിലല്ലേ വാപ്പിലില്ല അവിടെ. ആ അതെ ഇവിടെ കൊണ്ടിട്ടുണ്ട്. ഇവിടെ അല്ല. ഇവിടെ തന്നെ ഇതിൻ്റെ സൈഡിലൂടെ കൊണ്ടിട്ടുണ്ട്. സ്പീഡിൽ പോകും. രാവിലെ തന്നെ പ്രയോഗത്തിന് ശല്യം. അപ്പോൾ രാത്രിത്തെ കാര്യം പറയേണ്ട കാര്യം. ഇതുകൊണ്ട് എടാ കുറേ മാറാനിട്ട് കട്ടിലായിരുന്നു കാണും. അതുകൊണ്ടായിരിക്കും. അതുകൊള്ള അങ്ങനെ കിടന്നാൽ നമ്മൾ ചത്തുപോകും. നമ്മൾ മാത്രമല്ല അത്രയും വില്ലേജറങ്ങ് പോകും നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ. എന്താ സൂര്യൻ താഴോട്ട് നിൽക്കുന്നത് ചന്ദ്രനെ എന്ത് ഇങ്ങനെ നിൽക്കണേ. എന്തോ സംഭവിച്ചു. എന്തോ പറഞ്ഞു. അതിനിപ്പോൾ നമുക്ക് അയൻകോളത്തിന് ചവിട്ടി തറയിടണം. അതിന് ഈ 58 ബ്ലോക്കേ ഉള്ളൂ. കയറി പോവാം. ഇവിടുന്ന് എടുത്താലേ കുറച്ച് എൻ്റെ പൊന്നു ഇവിടെ നിന്ന് കട്ട എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഈ നാം വന്നിട്ട് മണ്ടക്കിട്ട് അടിയായിരുന്നത്. അയൻകുളത്തിൽ നിന്നല്ല മറ്റേ അവന് സോംബി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ അയൻകോളമാണ് അല്ല ചേ മറ്റേ എന്ത് പേരെന്താ അസ്ഥിക്കുടം. പക്ഷെ അതിന് കണ്ടതിന് കുഴപ്പമില്ല. കാണാതെ വന്നതിന് നമ്മളോട് അറിയാതെ വന്നതിന് കുഴപ്പമില്ല അല്ലേ. 2 കട്ട വെറുതെ കിടക്കുന്നത്. ഒരു സെറ്റ് ആയി പിന്നെ 3 ആയി. ഇനി ഇവിടുന്ന് ഇവിടെ നമ്മളെ എങ്ങനെ ഇങ്ങനെ ആദ്യം കുറച്ചൊക്കെ ഇവിടുന്ന് കയറിയാലോ. അല്ല ഇങ്ങനെ കുറച്ച് നമുക്ക് നടന്ന് കയറാക്കുന്നത്. കയറുന്നതൊക്കെ തിരിച്ച് അങ്ങോട്ടാണ് പോണത്. ഓ ഫുള്ള് ഡാമേജാ. എങ്ങനെ നല്ല സ്ഥലം. ഇങ്ങനെ കയറാം. നമുക്ക് ഇവിടുന്ന് കയറുന്നതായിരിക്കും നല്ലത്. അല്ലാതെ പറ്റത്തില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് കയറാം. കയറാം അങ്ങോട്ട്. അതേസം മുകളിലോട്ട് കയറി പോവാം. എങ്ങനെ ഇത് കട്ടിടുന്ന എങ്ങനെയാണ് ഇതൊക്കെ ജമ്പ് ഇത്. മനസ്സിലായി. 2 കൈയും വേണം. 2 കൈ അത് പോലെ. ഇത് നല്ല സ്പീഡുണ്ട് കേട്ടോ. എത്ര പെട്ടെന്ന് മുകളിലെത്തിയാ. അയ്യോ അപ്പം നമ്മൾ അവിടെ ചാടാൻ ചെയ്യും. പിക്കാസ് പോലും കയ്യിലില്ല. ചാടിയ ചാവും. യെസ് അപ്പം ഇത് മതി. എന്നിട്ട് ആ കട്ട ഞാൻ അടുത്തോണ്ട് വരട്ടിങ്ങ്. അയ്യോ ചാടിയ ചത്ത്. ഇത്രയും കട്ട അടുക്കി വെച്ചിട്ട് ഇതാ വേസ്റ്റ് ആയി പോയി. നമുക്ക് രാജ്യം ഇവിടെ നിന്ന് കയറാൻ പറ്റുമോ നോക്കാം. അയ്യോ ഇവിടെ നിട്ടിട്ട് കയറാം. ഇത്രയും കട്ട തികയോ? കട്ടാതെ മോളെ പിച്ചിക്കൊണ്ട് പോന്നാ. എടാ ഇവിടെ ഇരിക്കുന്ന വില്ലേജർ നീ എന്തെന്തിനാ ഇവിടെ നിൽക്കുന്നേ? നമുക്ക് ഇവിടുത്തെ കട്ടിലൊക്കെ അടിച്ചാൽ കൂട്ടിക്കാം. കട്ടിലും കിടത്തുകൊണ്ട് പോകാം. അപ്പം ഇവിടെ ആരും കിടക്കത്തില്ലല്ലോ. റീസ്പോൺ സെറ്റ് ചെയ്യുന്നു. വീട് പൊളിക്കാൻ പിക്കാസ് ഉണ്ടാക്കണം. ഒരു ക്രാഫ്റ്റിൻ്റെ അവൾ അങ്ങനെ ഇല്ല അത് കുഴി. ഈ ഒരു വീടാണ് ഇത്രയും വലിയ കായംകുളം കാത്തിരിക്കുന്നത് ഇവിടെ. ബാക്ക് ഇറങ്ങി എന്താണ് അത് വീട് കണ്ടു വെച്ചേ. അതെല്ലാം ചോദിക്കുന്നത് ഈ അയൻകുളത്തിന് താഴെ കൊണ്ടല്ലേ. ഞാൻ ആദ്യം അയൻകുളത്തിന് താഴെ എത്തിക്കട്ടെ പിന്നല്ലേ വീടിലോട്ട് പോകണം. ഇതന്നെ നമ്മൾ നേരത്തെ കണ്ട വീട്. ആദ്യം നമുക്ക് അയൻകുളത്തിന് താഴെ എത്തിക്കണം. അതിന് കടി കൊടുത്തിട്ട് ഓടാം. ഓടി തലവണി ചാവുണ്ടോ ഇതോടാ ഹൈറ്റിൽ നീ കൊണ്ടുവന്ന് നിർത്തിയേക്ക്. നീ കൊരങ്ങനെ പകരം പാട്ട ഇവിടെ ഇങ്ങനെ ഇറങ്ങി ഓടി താഴോട്ട് ചാടാൻ കുഴപ്പമില്ല. ചാവുന്ന എങ്ങനെ ചാവട്ടെ. തള്ളിയിടാം. പോടാ പോടാ. തത്ത് താഴെ എത്തി. അതിനിപ്പം നമ്മളെങ്ങനെ ഇറങ്ങും? ചാടണോ? ചത്തു മാമിച്ചി ചത്ത്. അയങ്കുളം ചത്തില്ല. അയങ്കുളം മുകളിലാണ് നിൽക്കുന്നത്. ഇല്ല ഞാനാ എത്തത്. ഇതെവിടെ വന്ന് റീസ്പോൺ ചെയ്ത കട്ടിലടിച്ച് പൊടിച്ചെടുത്തോണ്ട് വന്നു. അതല്ല ഇങ്ങനെ വന്ന് അതുകൊണ്ട് തിരിച്ചിട്ട് കണ്ട് കണ്ട് വളഞ്ഞിരിക്കുന്നു. ഓ നമ്മൾ റീസ്പോൺ സെറ്റ് ചെയ്ത കട്ടിലെടുത്തോണ്ട് വന്നത്. രണ്ടാമത് ചെയ്തില്ല. നമ്മൾ ഉറങ്ങിയ സ്ഥലത്ത് നല്ലത് എടുത്തത്. രണ്ടാമത് അതുകൊണ്ട് ഇനിയിപ്പോൾ അയങ്കോളം ഒരെണ്ണേ ഉള്ളു ഇവിടെ. ബെഡ് അതാടാ ഇവിടെ വേണോ ചത്ത നമ്മള്. ഇതാ നിൽക്കുന്നു. പിക്കാസ് ഉണ്ടാകുന്ന പൊട്ടിയാ പെട്ടെന്ന്. ഈ ചവർ വെച്ചാൽ പൊട്ടിക്കും ഞാൻ. എത്തിച്ചേടാ കൊരങ്ങ മോളിൽ കയറി അമ്മൂമ്മ കുടിച്ചുണ്ടാക്കാൻ വേണ്ടി അവിടെ മോളിൽ കയറിയിട്ട് എന്താ ഞാൻ പോയാ. ഒരാളിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവിടെ കയറിയുന്ന വല്ല കാര്യം നടക്കുമോ? വല്ല നടക്കുമോ? നടക്കൂടാ വല്ലോ.
ചുമ്മാ അവിടെ പോയി വായും പൊളിച്ച് നിൽക്കുന്നു. ഇത്ര എണ്ണത്തിന് അവിടെ കൊന്നറിയോ? എടാ ഞങ്ങൾ കണ്ണു തേക്കാൻ കൊന്നു കണ്ണ് മുമ്പിൽ കിടന്ന് കത്ത് അങ്ങോട്ട് പൂച്ചേ നമുക്ക് ഈ വെള്ളം അത്രയും ഹൈറ്റ് കയറണ്ടേ? ഇതിലും വലിയ ഹൈറ്റ് കയറില്ല. എവിടെ? പൂച്ച പൂച്ച സൗണ്ട് ആ പൂച്ച വെച്ചത് ചുമ്മാ ചുമ്മാ നേരാണ് നമുക്ക് എപ്പോഴും കണ്ടാ? സാധാരണ നമ്മൾ പൂച്ച കണ്ടു കഴിഞ്ഞാൽ ഓടുവാണല്ലേ? പൂജ കണ്ടേ നമ്മൾ ഓടുകയാണല്ലോ. ഓടിക്കാൻ പോലും പറ്റില്ല. ഓടിക്കാനും ആ നമ്മുടെ കയറ് അമ്മച്ചി ഇപ്പൊ ചത്തേര പൂജയ്ക്ക് എത്തുന്നു. പൂജ പോട്ടെ. നമുക്ക് ഇനി അടുത്ത പരിപാടി എന്തുവാ? നായംകുളത്തിന് താഴെ എത്തി. നമുക്കിനി മൈനിന് വേണ്ട സംഭവങ്ങളൊക്കെ ഒപ്പിക്കണം. നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിള് ക്രാഫ്റ്റിംഗ് ടേബിള് ഇതിനകത്ത് എന്താ ഉണ്ടാക്കണം? ആദ്യം ചെരുപ്പ് ഇട്ടു. ഇനി എന്താ ഉണ്ട്? വാള് കയ്യിലുണ്ട്. ചെരുപ്പ് പറഞ്ഞ കയ്യിലിക്കട്ടെ. പിന്നെ ഓക്കെ എന്തോ ഉണ്ടാക്കാൻ പറഞ്ഞേ? ഇതുമോ ഇത വരുന്നില്ലല്ലോ. കമ്പില്ലല്ലേ? അതൊക്കെ കുറച്ച് തടി മതി. താഴോട്ട് വാ. അയൺ പിക്കാസ് സ്റ്റോൺ പിക്കാസ്. സ്റ്റോൺ പിക്കാസ് 2 എടുത്ത് മതി ഇല്ലേ? 2 മതിയാ? ഇനി നമുക്കില്ല അതുണ്ടാക്കണ്ടേ? എന്തോ പേര്? ജസ്റ്റ് ജസ്റ്റ് ഇവിടെ വയ്ക്കുന്നതാണ്. കിട്ടി എടുത്തു. ജസ്റ്റ് ഒന്ന് അയ്യോ ഇതല്ലേ കൊണ്ടുവെക്കുക. ബാക്കിയെല്ലാം ടെസ്റ്റിൽ കൊണ്ടുവെക്കണം. കുറേ സാധനം കുറേന്നല്ല ഒരു ചിരി സാധനം. ഇത് തടി പിടിക്കട്ടെ. ഈ ചവറൊക്കെ എന്തിനാ കൊണ്ടുനടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബെഡ് ബെഡ് നമ്മൾ ഉറങ്ങാൻ എടുത്തില്ലല്ലോ ഇതുവരെ. അതെ ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് വരണം അല്ലെങ്കിൽ പണി പെട്ടെന്ന് രാത്രിയാവുന്നു. അതാണ് കുഴപ്പം. പെട്ടെന്ന് 2 ഇതേ ഉള്ളല്ലേ? പോയി അല്ലേ? അത് അങ്ങോട്ട് പോയാൽ വീണേനെ. ഇപ്പോൾ എന്തിനാണെന്ന് എനിക്കെന്ത് പിടിയില്ല. നോക്കട്ടെ. കുഴിയല്ല വെച്ചത്. നൈസിന് എന്തായാലും അയൻകുളത്തിൽ താഴെ കൊണ്ടെത്തിച്ചു. എനിക്ക് പേടിക്കാനൊന്നുമില്ല. ചേട്ടാ നില്ല ചേട്ടൻ്റെ കാര്യം നോക്കിക്കോട്ടെ. കുറേ നേരം ഏത് വീട്? രാത്രിയാകുമ്പോൾ നമ്മുടെ ഇതൊക്കെ എന്ത് ചെയ്യും? ഇതിനകത്തൊന്നും ഇല്ല. എന്തിനാ കൊണ്ടുവച്ചു? കേറാൻ പറ്റുന്നില്ല. ഇവിടെ 2ാമത്തെ നിലയിലെത്തി. ആ കൊള്ളാം. ഇതാണത്. ഫോണായിട്ട് രാത്രിയായി വരുന്നു. അല്ലെങ്കിൽ ശരിയാവില്ല. പക്ഷേ ഘോഷയാത്ര നമ്മളൊരു ബെഡ് ഇവിടെ ഉണ്ടാക്കി. ആരെയും വന്ന് കിടക്കട്ടെ. ഇത് നേരത്തെ ഒരു കുരങ്ങാൻ വന്ന് കിടന്നില്ലായിരുന്നു. നാല് കൊടുത്തു. അങ്ങനെ നമ്മൾ വീണ്ടും കിടന്നുറങ്ങി. പൂച്ച കഴിയുന്ന ഇനി നമുക്ക് അടുത്ത മൈനിൽ പോവാം. ഈ അസ്ഥികൂടത്തിൻ്റെ സാധനം ഇവിടെ തട്ടി. നമുക്ക് ഇവിടുന്ന് പിടിച്ച് താഴോട്ട് പോയാലോ? ഇവിടുന്ന് പിടിച്ച് താഴോട്ട് പോയാലോ? കുപ്പിക്കാരൻ വെച്ചാൽ മരുന്നുണ്ടാക്കുന്ന ആള്. അയ്യോ നമ്മളെ ഫുഡ് അടിച്ചില്ലതാ. ഹെൽത്ത് നോക്ക്. നമ്മൾ ഡയറക്റ്റ് അയ്യോ അതെന്താ ചാവുന്ന ചാവട്ടെ. തട്ടാതാ നേരെ ഇറങ്ങി പോ. ഫ്ലൈറ്റ് കിട്ടി. ആദ്യത്തെ കുഴി തന്നെ ഫ്ലൈറ്റ് കിട്ടിയോ? അയണല്ലേ ഇത്? എനിക്ക് തോന്നുന്നില്ല. അയണല്ല വെച്ചത്. ചിലപ്പോൾ അയണായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അതായിരിക്കും. കോപ്പർ ആയിരിക്കും. കോപ്പർ കോപ്പർ ഉണ്ട് അതിനകത്ത്. കോപ്പർ വലിയ ഉപയോഗമില്ല. നമുക്ക് അയണാണ് ആവശ്യം. കോപ്പർ എന്തെങ്കിലും ഉണ്ടാക്കിയാലും വലിയ ഇത് കിട്ടത്തില്ല. ഉണ്ടാക്കാനൊക്കെ പറ്റുമെന്നാണ് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സർവറിൽ കയറിയപ്പോൾ കണ്ടായിരുന്നു ഈ സാധനം. ഞാൻ വിചാരിച്ച അയണമെന്ന് വിചാരിച്ചിട്ട് വലിയ ഓരത്ത് എടുത്ത് നോക്കിയപ്പോൾ 64 ബ്ലോക്ക് അങ്ങ് കിട്ടി പെട്ടെന്ന്. ഞാൻ എടുത്തോണ്ട് 64 ബ്ലോക്ക്. പിന്നെ എന്തുവാ അങ്ങനെ അത് കിട്ടിയതെന്ന് പറഞ്ഞാൽ അത് കോപ്പറാണ്. അതുകൊണ്ട് ഉപയോഗമില്ലെന്ന് പറഞ്ഞു.
അങ്ങനെയാണ് അവന് വിചാരിച്ച് എനിക്കൊന്നും അറിയുന്നത്. അതുകൊണ്ട് അവൻ എന്നെ അതിനെ ഇറക്കി. ഇത് എന്താ ഞാൻ എന്തായിരുന്നു അത് ഒരെണ്ണത്തിന് കുറേ കിട്ടുമോ? അവിടെ കിട്ടും. അതുകൊണ്ടല്ലേ ആവശ്യമില്ലാത്ത സാധനമില്ലല്ലോ അങ്ങനെ. നമുക്കിത് ആദ്യം നമുക്ക് ഇതിൻ്റെ എൻഡിൽ വരുന്നത് പോയി നോക്കിയാൽ ഇതല്ലേ തന്നെ. ആ തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നി, ഞാൻ ചോദിക്കാൻ വന്നു. ഗ്രാനൈറ്റിൻ്റെ താഴെ പോലെ ഇത് കീരിയൊക്കെ വരട്ടെ, കുഴപ്പമില്ല. നമുക്ക് കാണാൻ ഇതില്ലല്ലേ ഇവിടെ അപ്പുറത്തേക്ക് വരുന്ന സാധനം. എന്താ അപ്പുറത്തോട്ട് വരുന്നതാണ്? അതൊന്നും ഇട്ടിട്ടില്ല. എസ് പോലെ ഓണാക്കി വെച്ചിട്ട്. അയ്യോ എൻഡിലെത്തി. എൻ്റെ അതാണ്ട് ബെഡ്റോക്ക് എന്ന് പറയുന്ന സാധനം. അതല്ലേ ഇപ്പോൾ നമ്മൾ കുഴിച്ചത്. കുടിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ബെഡ്റോക്ക്. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭൂമിക്കടിയിൽ പോയി. ബെഡ്റോക്കാണോ? എന്ത് കല്ലത്? ബെഡ്റോക്ക് ഭയങ്കര ഹാർഡല്ലേ? ഇതൊന്നും കല്ല് തെളിയോ? ഇതിനകത്ത് എങ്ങനെ ബ്രൈറ്റ് കിട്ടുന്നത്? ഇതാണോ അത്? തിരിച്ച് കയറാം. നമുക്ക് തിരിച്ച് കയറാൻ നല്ലത്. കടക്കോ. ഈ കല്ല് തികയത്തില്ലെന്ന് തോന്നുന്നു. 64 ബ്ലോക്ക് കഴിഞ്ഞു. എത്തിയെന്ന് തോന്നുന്നു. ഉണ്ടോ? ചകിരിയോ? ആന്മാരെ ഞാൻ ചളക്കി പിടിക്കാൻ തീർന്നു. കല്ല് തീരാറായി. ഇല്ല നോക്കട്ടെ എവിടെയത്? ഈ ആ കല്ലെടുത്ത് കളയാൻ നിൽക്കാനാ? നമുക്ക് ഇതൊക്കെ എടുത്ത് കൊടുക്കാം. അതെന്താ നോക്കണ്ടേ? തീർന്നാ? വീഴുന്നില്ല. ആ എത്തിയോ? നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ ഇരിക്കുന്നു. അയ്യോ അത് കിട്ടിയപ്പോൾ പിന്നെ വന്നോണ്ട് ഞാൻ നോക്കില്ല. അങ്ങോട്ടാ ഇവിടെ അവിടെ കണ്ടല്ലേ? വായംകുളം നിൽക്കുന്നിടത്താന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു നീ എന്താ പണങ്ങി? ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? ഒന്നും പറ്റുന്നില്ലല്ലേ? എന്താ സംഭവം? ഇത് ഫർണസിനകത്ത് ഉരുക്കണം. അതാന്ന് തോന്നുന്നു. നമുക്ക് ഫർണസിനുള്ള കല്ല് എടുത്ത് നമുക്കിന് ഫർണസ് ഉണ്ടാക്കാം. ബർണസ് എവിടെ പറഞ്ഞ? ആ ഉണ്ട്. ഒരെണ്ണം മതി നമുക്ക്. ആവശ്യമില്ല. ഇത് വീട്ടെ ഇനി കോൾ എടുക്കാൻ പോവാം. ഇത് കയറുന്നില്ലേ പണ്ടാരം? അതാണ്ട വെള്ളം കിടക്കുന്ന കാരണം അത് പറ്റൂല. ആ ഓക്കെ. നമുക്ക് കോളെടുത്ത് ഇരിക്കിട്ട് നോക്കാം എന്തൊക്കെ ഉപയോഗം. ലെവലുണ്ട് കണ്ട, പക്ഷെ ലെവല് നനഞ്ഞിട്ടില്ല. ഇത്രയും കോളം മതിയല്ലേ? അയ്യോ ഒരെണ്ണം കൂടെ അങ്ങനെ ഒരെണ്ണം കൂടെ അല്ലേ ഉള്ളൂ. ഒരെണ്ണമല്ല ഒരുപാടുണ്ട്. ചില സമയങ്ങളിൽ ഇച്ചിരി ലാഗ് കഴിയുന്നുണ്ടല്ലേ? ആര് പറയുന്നത്? വായും കൂടെ എന്താ നമുക്ക് നിന്ന് ഏടാ? അവൻ എന്നെ അടിക്കുന്നു. അവനെ അടിക്കുന്നു. ചേടാ എൻ്റെ ആയം കൂടെ കൊല്ലുന്നു. ആ കളി വെള്ളം നിർത്തണം ഇവിടെ. എൻ്റെ ആയംകുളം അയ്യോ ഇനിയിപ്പോൾ എന്താ ആയംകുളം തിരുപ്പെടുത്തല്ലേ? വെള്ളം എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന പറയുന്നത്? ചുമ്മാ പറയാൻ എളുപ്പമാ. എനിക്കറിയാൻ പറ്റും എവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അതിനകത്ത് മതി, ചെറിയ വെട്ടാൻ മതി. അല്ല വെട്ടല്ലേ ദേ നിൽക്കുന്നൊരു നാലിൻ്റെ മുറി. പിന്നെ ഞാൻ കൊണ്ടു മുളക്കും. ഇവിടെ വീടെടുത്ത് വിട്ടിച്ച്. ഇതെന്താ എനിക്കാണ് അടി വിടുന്നത്? കത്ത് എനിക്കറിയാൻ വയ്യ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഇവിടെയില്ല. എന്തൊരു വില്ലേജത്? എന്റെ പൊന്നു ആ ഇറങ്ങി വരുന്നത്.
എൻ്റെ പൊന്നത് എവിടെ എല്ലാം നമുക്കൊരു കാര്യം ചെയ്യാം. ആ കോൾ എടുത്തുകൊണ്ട് ടോർച്ച് ഉണ്ടാക്കി അവിടെ എല്ലാം കൊണ്ടേ കുത്തിയത് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. എല്ലാം എടുക്കാൻ പോകാൻ പറ്റണ്ട. ഇത് കാലം മാറാൻ വരെ നിൽക്കുന്നുണ്ടോ? അതേ വരുന്നത്. അയ്യോ ഓട് 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 ഓട്. വർക്കാം, പെട്ടെന്ന് വർക്കാം. പക്ഷെ എന്തായാലും നമുക്ക് കീബോർഡ് മൗസിൽ കളിക്കാനൊക്കെ ഇതിനകത്ത് കളിക്കാൻ പറ്റില്ല. എവിടെ നമ്മൾ ചത്തേ? ഈ വെള്ളത്തില്ലേ? വേറെ കിടക്കുന്നില്ല. നമുക്കിനി ടോർച്ച് ഉണ്ടാക്കണം. എന്തുവാ എനിക്കൊന്ന് ചത്തയാണ്. അയ്യോ രാത്രിയായി, പോയി കിടന്നുറങ്ങും. ഗൈസ് ഇത് ഇനിയിപ്പോൾ എന്തായാലും നാളെ ബാക്കി നിങ്ങൾ കളിക്കുന്നതാണ്. ഇന്നിപ്പോൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫുള്ള് ഡാമേജാണ് കിട്ടുന്നത്. കുറേ അയൻകോളവും ചത്ത്, കുറേ വില്ലേജറി ചത്ത്. ഞാൻ ഇവിടെ തന്നെ ഒരു 10,000 വട്ടം ചത്ത് ഇവിടെ. പിന്നെ നാളെ കാണാം. ബൈ ബൈ ഗൈസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തൊക്കെയാണ്.